ഷാലൂസ് ടേസ്റ്റ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ റെസ്റ്റോറൻറ്റ് മോഡൽ ഒരു റെസിപ്പിയും തയ്യാറാക്കി നോക്കിയാലോ. അതിനാവശ്യമായി നമ്മളിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാൽ ചേർക്കുന്നുണ്ട്. ഇളം ചൂടുള്ള പാലാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കൊരു 5 മിനിറ്റ് ഇത് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് നല്ല മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് പാൽ ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 മുട്ട, ആവശ്യത്തിന് ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ചില്ല ഈസ്റ്റ്, അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാവേ. പഞ്ചസാരയുടെ അളവ് കുറച്ചുകൂടെ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കാവേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മൊത്തം ഒരു 250 ml കപ്പിന് 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ആ കപ്പിൽ നിന്ന് തന്നെ നമ്മൾ 4 ടീസ്പൂൺ പാല് നേരത്തെ മാറ്റിയെടുത്ത് വെച്ചിരുന്നത് ഈസ്റ്റ് പൊങ്ങാൻ. ഇനി ഇതിലേക്ക് 2/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് ഇത് നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ നമ്മൾ മിക്സ് ചെയ്തെടുക്കത്തില്ല, അതുപോലെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഉപ്പില്ലാത്ത ബട്ടർ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഈ ബൗളിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ മാവ് എടുത്ത് വെച്ച് കൊടുക്കാം. ഈ ബട്ടർ ചേർക്കുന്ന നമ്മൾ മാവ് പൊങ്ങി വരുമ്പോൾ ഈ പാത്രത്തിലൊക്കെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മേളിലും കുറച്ച് നമുക്ക് തേച്ച് കൊടുക്കാം, മാവ് ഉണങ്ങി പോകാതിരിക്കാനാണ്. ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് മൈദ മാവും കൂടെ നമുക്ക് വിതറി കൊടുക്കാവേ. നമ്മുടെ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഈ മാവ് നന്നായിട്ട് തന്നെ കണ്ടോ, നന്നായിട്ട് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മാവ് പൊങ്ങി വന്നപ്പോൾ. ഇനി നമുക്ക് ഇവിടെ കുറച്ച് മാവ് ഇങ്ങനെ വിതറി കൊടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്താൻ ഉപയോഗിക്കുന്ന മേശയിലേക്ക് നമുക്ക് കുറച്ച് മാവ് പരത്തി കൊടുത്തിട്ട് ഇനി രണ്ടാമത് നമ്മൾ കുറച്ചുകൂടെ മാവ് പരത്തി വിതറിയിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ വേണം ഈ മാവ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഞാൻ അതുപോലെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. നല്ല നീളത്തിൽ തന്നെ പരത്തിയെടുക്കണേ. ഒത്തിരി നൈസായിട്ട് പരത്തല്ലേ, ചെറിയതായിട്ട് ശകലം കൂടി കട്ടി വേണം. ഒരു 1/4 ഇഞ്ച് വണ്ണത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഷേപ്പാക്കി മുറിച്ചെടുക്കാവേ. ഇതിൻ്റെ 2 വശത്ത് നമുക്ക് ഇതുപോലെ മുറിച്ച് കൊടുക്കാം. നമ്മൾ ഈ 2 സൈഡിൽ മുറിച്ച് കഴിയുമ്പോൾ ഇത് സ്ക്വയറായിട്ട് കിട്ടുവേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 സൈഡ് ഇത് മുറിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതുപോലെ മുറിച്ചെടുക്കാവേ. ത്രികോണാകൃതിയിൽ നമുക്കിത് മുറിച്ചെടുക്കാം. ഇനി അടുത്ത് നമുക്ക് ആ സൈഡിൽ നിന്ന് മുറിക്കാം. അടുത്തത് ഞാനിത് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മതിയേ. ഇനി നമുക്കിത് റോൾ ചെയ്ത് കൊടുക്കാം. മാവ് നന്നായിട്ട് തന്നെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാവ് നല്ല സ്മൂത്തായിട്ടിരിപ്പുണ്ട്. സ്മൂത്തായിട്ടൊന്നും നല്ല പഞ്ഞി പോലെ നമുക്ക് മാവ് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ തന്നെ ബാക്കിയുള്ളതെല്ലാം റോൾ ചെയ്തെടുക്കാവേ. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ കഴിക്കത്തില്ല, അതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ. നമ്മളിതിലേക്ക് ഒരു കെമിക്കൽ പോലും ചേർക്കാതെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതാണ്. എല്ലാം നമുക്കിതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം. ഒരു പ്രാവശ്യമെങ്കിലും ഫ്രണ്ട്സ് ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ നമുക്കിതുപോലെ തയ്യാറാക്കി വെച്ചിരുന്നാൽ മതി അവർക്ക്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം നമ്മൾ എടുത്തതാണ്. അപ്പോൾ മാവ് ഒന്നും കൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സ്ലോയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടത്തുള്ളേ. എന്നിട്ട് നമുക്കിതുപോലെ ഗോൾഡൻ കളർ ആവുമ്പോൾ എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതും നമ്മൾ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാവേ. ഈ തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചോക്ലേറ്റ് ഗനാഷ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്.
നമ്മളൊരു പൈപ്പിംഗ് കവറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കത്തി വെച്ചൊരു തുള പോലെ ഇട്ടിട്ട് അതിന് ശേഷം വേണം നമ്മൾ ഈ ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഫില്ല് ചെയ്യുമ്പോൾ ഒന്നും കൂടെ വീർത്ത് വരുവേ. കണ്ടോ ഫ്രണ്ട്സ്, ഇത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാവേ. കണ്ടോ, നമ്മൾ ബന്നൊക്കെ ഇരിക്കത്തില്ല അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.